Hi guys, welcome back to Malu Trend Talker. അപ്പൊ അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ജനാധിപത്യപരമായിട്ട് വോട്ട് കൂടുതൽ കിട്ടിയ ആള് ജയിക്കണമല്ലോ. നമുക്ക് വോട്ട് ചെയ്ത ഒരാള് ഞാൻ നിനക്ക് വോട്ട് ചെയ്തു, പക്ഷെ നിങ്ങൾ അവിടെ വന്നില്ല, ഇതെന്ത് ന്യായമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഉത്തരവില്ല. രമേശ് പിഷാരടിയാണ് സംസാരിക്കുന്നത്. ഒരു സംവിധായകനായിട്ടും ഒരു അവതാരകനായിട്ടും ഒരു അഭിനേതാവായിട്ടും ഒരു കോമഡി താരമായിട്ടും ഒക്കെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് രമേശ് പിഷാരടി. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഈ അടുത്ത് തന്നെ അമ്മ താര സംഘടനയിൽ നടന്ന ഒരു ഇലക്ഷനും അതിനെ തുടർന്നുണ്ടായ ചില കൺഫ്യൂഷൻസിനെയും കുറിച്ചാണ്. 2024 അമ്മ താര സംഘടനയിൽ നടന്ന ഇലക്ഷനിൽ രമേശ് പിഷാരടി ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇലക്ഷന് ശേഷം പുറത്തു വന്ന വിജയികളുടെ പേരിൽ രമേശ് പിഷാരടിയുടെ പേര് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അത് കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകരും അല്ലെങ്കിൽ അമ്മ താര സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ വിശ്വസിച്ചത് രമേശ് പിഷാരടിക്ക് വോട്ട് കുറഞ്ഞു, അതുകൊണ്ട് രമേശ് പിഷാരടി തോറ്റുപോയി എന്നാണ്. അതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് രമേശ് പിഷാരടി മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. നമുക്ക് ഒന്ന് കേൾക്കാം. അമ്മ സംഘടനയിലെ സ്ത്രീ സംവരണം, സ്ത്രീകൾ 30% അങ്ങോട്ട് വേണമെന്നുള്ളതാണ്, 30 or 40 വേണമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ടോട്ടൽ കമ്മിറ്റി അംഗങ്ങളിൽ 4 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ 4 പേർക്ക് വേണ്ടി കൃത്യമായി സീറ്റ് സംവരണം ചെയ്ത് മാറ്റുക. ഇന്ന സീറ്റ് സ്ത്രീകൾക്കുള്ളതാണ്, അവിടെ സ്ത്രീകൾ മാത്രം മത്സരിക്കുന്നു, പുരുഷന്മാർ മത്സരിക്കുന്നില്ല. ഇപ്പം 4 സീറ്റാണ് ഉള്ളതെങ്കിൽ 4-ൽ കൂടുതൽ ആളുകൾ വന്നാൽ മാത്രം ഇലക്ഷൻ, അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്ത് അവർ ആ സ്ഥാനത്ത് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ സംവരണം ചെയ്യുക എന്നുള്ളതാണ് ആ കത്തിൽ പ്രധാനമായിട്ട് ഉള്ളടക്കമായിട്ട് ഞാൻ വെച്ചത്. സംഭവിക്കുന്നത് എന്തെന്നാൽ രമേശ് പിഷാരടി 2024 അമ്മ താര സംഘടനയിൽ സ്ഥാനാർത്ഥിയാവുകയും ഇലക്ഷന് ശേഷം അദ്ദേഹം ജയിക്കുകയുമാണ് ചെയ്തത്. എല്ലാവരും തെറ്റിദ്ധരിച്ചതുപോലെ അദ്ദേഹം തോക്കുകയല്ല ചെയ്തത്, ജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ അമ്മ താര സംഘടനയുടെ ബൈലോ പ്രകാരം 4 സീറ്റുകളിലെങ്കിലും 4 പേരെങ്കിലും വനിതകളായിരിക്കണം. പക്ഷേ ഇലക്ഷന് ശേഷം വനിതകളെല്ലാം തോറ്റുപോവുകയും ജയിച്ചതെല്ലാം പുരുഷന്മാരാവുകയും ചെയ്തു. സമയത്ത് വനിതകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് 0% ആയി കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. ജനാധിപത്യ രീതിയിൽ നോക്കുമ്പോൾ രമേശ് പിഷാരടി ജയിച്ച ഒരാളും, പക്ഷെ ബൈലോ പ്രകാരം നോക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ താര സംഘടനയുടെ നിയമപ്രകാരം നോക്കുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം 0% ആയി ഇല്ലാതാവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ വോട്ട് കുറഞ്ഞ രമേശ് പിഷാരടി മാറേണ്ടതായിട്ട് വരികയും സ്ഥാനത്തേക്ക് അൻസിബ എന്ന വനിതാ നടി വരേണ്ടി വരികയുമാണ് ചെയ്തത്. അല്ലാതെ രമേശ് പിഷാരടി തോറ്റുപോവുകയല്ല ചെയ്തത്. ജനാധിപത്യ രീതിയിൽ അത് ചിന്തിക്കുമ്പോൾ രമേശ് പിഷാരടിയോട് ആ ചെയ്യുന്നത് തെറ്റാണ്. എങ്കിൽ പോലും അമ്മ താര സംഘടനയുടെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ട ബൈലോ പ്രകാരം ആ ചെയ്തത് ശരിയുമാണ്. പിഷാരടി ഇവിടെ ഉന്നയിക്കുന്നത് തനിക്ക് അൻസിബയെ പോലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടി വന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും പുറത്തു വന്ന ന്യൂസുകളിൽ പലരും പ്രചരിപ്പിച്ചതും പലരും വിശ്വസിച്ചതും രമേശ് പിഷാരടി തോറ്റുപോയി എന്നാണ്. അമ്മ താര സംഘടനയുടെ കയ്യിൽ നിന്നും വന്നുപോയ തെറ്റ് എന്ന് പറയുന്നത് പിഷാരടിയും ജയിച്ചതാണ്, പക്ഷെ ഇങ്ങനെ ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ബൈലോ പ്രകാരം ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു, അതുകൊണ്ട് രമേശ് പിഷാരടിനെ മാറ്റി അൻസിബയെ ആ സ്ഥാനത്തേക്ക് കയറ്റുന്നു എന്ന് പറഞ്ഞില്ല. അത് പറയാത്തിടത്തോളം കാലം രമേശ് പിഷാരടി തോറ്റു എന്ന് തന്നെ ജനങ്ങൾ വിശ്വസിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം പിഷാരടിയുടെ പൊളിറ്റിക്സ് തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഏത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, തന്റെ പേഴ്സണൽ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് എല്ലാവരോടും പിഷാരടി പറഞ്ഞതാണ്. ആ സ്ഥിതിക്ക് പിഷാരടി ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്സിന് എതിരായിട്ടുള്ള ആൾക്കാർ ഈ തോൽവിനെ ഏറ്റെടുക്കുകയും തെറ്റായ രീതിയിൽ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ ബൈലോയിൽ ഒരു ഭേദഗതി വരുത്തണം എന്നുള്ള രീതിയിൽ അമ്മ താര സംഘടനയ്ക്ക് പിഷാരടി ഒരു കത്തെഴുതിയത്. കൂടാതെ പിഷാരടി കൂട്ടിച്ചേർക്കുന്നത് ഒരു ഭേദഗതി ബൈലോയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്തെന്നാൽ ഒരു 4 സീറ്റ് അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് സ്ത്രീ സംവരണം വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരു 4 സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ആ സീറ്റുകളിലേക്ക് പുരുഷന്മാർ മത്സരിക്കില്ല. അല്ലെങ്കിൽ തന്നെ പോലെയുള്ള ഒരാൾ മത്സരിച്ച് ജനാധിപത്യ രീതിക്ക് വിധേയമായി ജയിച്ചതിന് ശേഷവും മാറി നിൽക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെ ഒരു 4 സീറ്റ് ഇതുവരെ ബൈലോ പ്രകാരം ഫിക്സ്ഡ് അല്ല. ഏതെങ്കിലും ഒരു 4 സീറ്റ് എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് ഫിക്സ്ഡ് ആയിട്ടൊരു 4 സീറ്റ് വന്നാൽ ആ സീറ്റിലേക്ക് സ്ത്രീകൾ മാത്രം മത്സരിക്കുകയും അവിടെ സ്ത്രീകൾ തന്നെ ജയിക്കുകയും ചെയ്യും. പിഷാരടിക്ക് നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഇനി മുതൽ ആർക്കും നേരിടേണ്ടതായിട്ട് വരില്ല. ആ ഒരു ഭേദഗതി ബൈലോയിൽ വരുത്തണം എന്നൊരു റിക്വസ്റ്റ് ആണ് താൻ ഉന്നയിച്ചത്. അതിനുശേഷം പുതിയ ഭാരവാഹികളായ സിദ്ദിഖായും ലാലേട്ടനും തന്നെ വിളിച്ചിരുന്നു. ജനറൽ ബോഡി മീറ്റിംഗ് ചേർന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും അതിലൊരു തീരുമാനം എടുക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പിഷാരടി പറയുന്നുണ്ട്. പിഷാരടി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അമ്മ താര സംഘടനയിൽ ഒരു ബൈലോ ഉണ്ട്, അതിൽ സ്ത്രീകൾക്ക് സംരക്ഷണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതലായി സംവരണം കൊടുത്തിട്ടുമുണ്ട് അല്ലെ. അപ്പോൾ അതിനർത്ഥം സ്ത്രീകളായ സഹപ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സ്ത്രീകളോടും പരിഗണനയുള്ള സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അമ്മ സംഘടന. നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്ത നമുക്കൊന്ന് കാണാം.
എതിർക്കുന്നവരെ ഒതുക്കുന്ന പ്രവണത മുൻപുണ്ടായിട്ടുണ്ടെങ്കിലും നടി ആക്രമിക്കപ്പെട്ടതോടെയാണ് അമ്മയിൽ കലാപക്കൊടി ഉയർന്നത്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചവർ അമ്മയിൽ നിന്ന് രാജിവെച്ചതോടെ ഒരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത പിളർപ്പിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് താരസംഘടനയായ അമ്മ എത്തിയിരിക്കുന്നത്. ആക്രമിക്കപ്പെട്ട മകളേക്കാൾ സ്നേഹം കുറ്റാരോപിതനായ മകനോടാണെന്ന നിലപാട് അമ്മ സ്വീകരിച്ചതോടെയാണ് താരസംഘടന പിളർപ്പിന്റെ വക്കിലേക്കെത്തിയത്. മാനസികമായി അകന്നിരുന്നുവെങ്കിലും അത് പുറത്തു കാട്ടാതെ അമ്മയുടെ താരനിശയിൽ പോലും WCC അംഗങ്ങൾ പങ്കെടുത്തു. പക്ഷേ നീതി തേടി മകൾ കോടതി വരാന്തയിൽ കാത്തുനിൽക്കുമ്പോൾ ദിലീപിനെ തിരിച്ചെടുത്ത നടപടി പൊട്ടിത്തെറി അനിവാര്യമാക്കി. വാർത്തയുടെ ഉള്ളടക്കം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2 വർഷത്തിന് മുമ്പ് വന്ന ഒരു വാർത്തയാണ്. അതിജീവിത കേസിലെ എതിരാളിയായിട്ട് വന്ന എതിർകക്ഷിയായിട്ടുള്ള ദിലീപിനെ ആദ്യം പുറത്താക്കുകയും അതിനുശേഷം എതിർപ്പുകളെല്ലാം തള്ളിക്കൊണ്ട് പലരുടെയും ഒത്താശ കൊണ്ടും പരിഗണന കൊണ്ടും ദിലീപിനെ അമ്മ താരസംഘടനയ്ക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ പല നടിമാരും പ്രതികരിച്ചതിന്റെ വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ശരിയാണ്, ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ വാദിയാണോ ശരി, പ്രതിയാണോ ശരിയെന്ന് ഇന്ന് ഈ നിമിഷം വരെ ഈ കേസിൽ തെളിഞ്ഞിട്ടില്ല. ശരിയാണ്, 2 രീതിക്ക് ചിന്തിക്കുമ്പോൾ ദിലീപ് എന്ന് പറയുന്നത് ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. ജയിലിലോട്ട് പോയിട്ടുണ്ട് എങ്കിൽ പോലും, അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി കോടതി ഇപ്പോഴും ദിലീപിനെ കുറ്റക്കാരനായി വിധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, കുറ്റക്കാരനല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരാൾ എന്തിനു പുറത്തു നിൽക്കണം? അയാൾ അകത്ത് തന്നെ നിൽക്കണം. 2 പേരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പോകാനാണ് ഒരു സംഘടന ശ്രമിക്കേണ്ടത്. കുറ്റാരോപിതനും ആരോപിക്കുന്ന ആളും രണ്ടും ഒരു സംഘടനയുടെ ഭാഗമാണ്. പക്ഷേ കുറ്റാരോപിതൻ തെറ്റുകാരനാണ് കോടതി വിധിക്കുന്നിടം വരെ അദ്ദേഹം ആരോപിതൻ മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംഘടനയുടെ അകത്ത് നിൽക്കാൻ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. പക്ഷെ എങ്കിലും സ്ത്രീ സംവരണവും സ്ത്രീ ശാക്തീകരണവും എല്ലാം സംസാരിക്കുന്ന അമ്മ താരസംഘടന പിന്നീട് എന്തിനു വേണ്ടി ആദ്യം ദിലീപിനെ പുറത്താക്കി? ആദ്യം പുറത്താക്കുന്ന സമയത്തും ദിലീപ് കുറ്റാരോപിതൻ തന്നെയായിരുന്നു. അപ്പോൾ ഒരു പക്ഷം പിടിച്ച് ദിലീപിനെ പുറത്താക്കുന്നു, അതിനുശേഷം മറ്റൊരു പക്ഷം പിടിച്ച് ദിലീപിനെ അകത്തേക്ക് തിരിച്ചു കയറ്റുന്നു. അപ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടാണ് തോന്നുന്നത്. സ്ത്രീകൾക്ക് സംവരണം, സ്ത്രീകൾക്ക് സംരക്ഷണം എല്ലാ രീതിയിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സമയങ്ങളിലും അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബൈലോയുടെ ആവശ്യമില്ല. തുല്യ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇത് രണ്ടും 2 സമയങ്ങളിൽ 2 രീതിയിൽ നടപ്പാക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതൃപ്തി രേഖപ്പെടുത്തി ആഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും കഷ്ടിച്ച് 500 പേരും അതിലൊരു 300-350 ആക്റ്റീവ് മെമ്പേഴ്സും ഉള്ളൊരു സംഘടനയാണ്. ഈ താരസംഘടന എന്നുള്ള ഒരു പേരാണ് വലിയ ബാധ്യത. കാരണം താരങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം അഭിനയം തൊഴിലാക്കി ഇറങ്ങി പുറപ്പെട്ടവരും. പിഷാരടി കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമാണ് അമ്മ താരസംഘടന എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് തെറ്റ്. താരങ്ങളുടെ സംഘടനയല്ല അമ്മ എന്ന് പറയുന്നത്. 500 പേര് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ 300 പേരാണ് 300ഓളം പേരാണ് അതിനകത്ത് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ആ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതിൽ പോലും താരങ്ങൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാവരും സിനിമയെ ഒരു ഉപജീവന മാർഗമായി കാണുന്ന, നിത്യവൃത്തിക്ക് വേണ്ടി സിനിമയെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അതായത് താരങ്ങളുടെ അല്ലെങ്കിൽ താരമൂല്യമുള്ള അത്രയും സമ്പന്നമായ ആൾക്കാർ മാത്രമല്ല അമ്മ സംഘടനയിൽ ഉള്ളത് എന്നാണ് പിഷാരടി അവകാശപ്പെടുന്നത്. 2 വർഷങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ അന്ന് സംഭവിച്ച ഒരു വാർത്താ സമ്മേളനത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അംഗത്വ ഫീസ് ഞങ്ങളൊന്ന് വർദ്ധിപ്പിക്കുകയാണ്. GST അടക്കം 2,05,000 രൂപയ്ക്കും ഉയർത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു അംഗത്തിന് 50,000 രൂപയോളം ഒരു വർഷം ചെലവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇൻഷുറൻസ് ആയിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും ഞങ്ങളുടെ ഒരു കൈനീട്ടവും പ്രോജക്റ്റ് എല്ലാം കൂടി നോക്കുമ്പോൾ ആവറേജ് ഒരു 50,000 രൂപ ഒരു അംഗത്തിന് ചെലവ് ചെയ്യുന്നു. അന്നത്തെ പ്രധാന ഭാരവാഹിയായ ലാലേട്ടനും ഇടവേള ബാബുവും കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇടവേള ബാബു പറയുന്നത് എന്നാൽ അപ്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ പുതുക്കിയ അമ്മ താരസംഘടനയുടെ മെമ്പർഷിപ്പിന്റെ ഫീസ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയും കൂടെ കൂട്ടിയാണ്. അതായത് ഇൻക്ലൂസീവ് ഓഫ് അല്ലെങ്കിൽ GSTയും കൂടെ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ 2.5 ലക്ഷം രൂപയാണ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. അതിനകത്ത് നിർധനരായ അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കുന്നില്ലാത്ത 40-60 ആൾക്കാർക്കോളം അവർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇനിയും അതിന്റെ എണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൈനീട്ടമായി 60,000 രൂപ വെച്ച് മാസമല്ല വർഷം ഒരിക്കൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടീവ് എന്ന രീതിയിലായിരിക്കാം മേ ബി മെമ്പർഷിപ്പിന്റെ എമൗണ്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ കൊടുത്ത് അമ്മ താരസംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുന്ന ഒരാളെ താരം എന്നല്ലാതെ പിന്നെ എന്താണ് പിഷാരടി വിളിക്കുന്നത്? സിനിമ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം പെയ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസസും തന്നെയാണ് അമ്മ താരസംഘടനയിലുള്ളത്. അതുകൊണ്ട് താരസംഘടന എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല. 2 ലക്ഷം രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന എല്ലാവരും താരങ്ങളാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ താരങ്ങളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘടന അതായത് അമ്മ സംഘടന ഒരിടയ്ക്ക് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അമ്മ താര സംഘടനയിൽ അംഗത്വമില്ലാത്ത ഒരു താരങ്ങൾക്കും അല്ലെങ്കിൽ ഒരു അഭിനേതാക്കളുടെയും കാര്യങ്ങളിലോ പ്രശ്നങ്ങളിലോ അമ്മ സംഘടന ഇടപെടില്ല എന്ന്. അതിനുശേഷമാണ് ധ്യാൻ ശ്രീനിവാസിനെ പോലെ
ശ്രീനാഥ് ഭാസിയെ പോലെ അല്ലെങ്കിൽ ഷെയ്ൻ നിഗം പോലെയുള്ള ആൾക്കാർ അതിലേക്ക് മെമ്പർഷിപ്പ് എടുത്തത്. അപ്പോൾ ഷെയ്ൻ നിഗത്തിന്റെയും ശ്രീനാഥ് ഭാസിയുടെയും മെമ്പർഷിപ്പ് റിക്വസ്റ്റുകൾ ആ സമയത്ത് പെൻഡിങ്ങിലായിരുന്നു. അപ്പൊ അത് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടില്ല എന്നുള്ളത് ഉത്തരവ് പുറത്തു വന്നതിന് ശേഷമാണ് ധ്യാൻ ശ്രീനിവാസനെ പോലെയുള്ള ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്തത്. സോ താരസംഘടന എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ താരസംഘടനയുടെ ഉള്ളിൽ നിൽക്കുന്നവരെല്ലാം തന്നെ 2.5 ലക്ഷം രൂപ ഫീസ് അടച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർ താരങ്ങൾ തന്നെയാണ്. പിഷാരടി പറഞ്ഞ ബൈലോയിൽ വരുത്തേണ്ട മാറ്റത്തോട് ഞാനും യോജിക്കുന്നു. ഏതെങ്കിലും 4 സ്ഥാനങ്ങൾ, ഏതെങ്കിലും 4 സംവരണം അത് സ്ത്രീകൾക്കാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പുരുഷന്മാർ മത്സരിക്കേണ്ടതില്ല. പിഷാരടി നേരിട്ടതുപോലെ ജയിച്ചിട്ടും, ജനാധിപത്യമായി നോക്കുമ്പോൾ ജയിച്ചിട്ടും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുത്തേണ്ട കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോൾ സംസാരിച്ചതും ഞാൻ പങ്കിട്ടതും എന്റെ കാഴ്ചപ്പാടുകളാണ്, എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ നമ്മുടെ കമന്റ് ബോക്സിൽ. താങ്ക് യു.